താമരശ്ശേരിയിൽ നടന്ന വിദ്യാർത്ഥി സംഘടനത്തിൽ അതിദാരുണമായി തലയ്ക്ക് പരിക്കേൽക്കുകയും അതേ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്ത ഷഹബാസിന്റെ മാതാപിതാക്കൾക്ക് നീതി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഷഹബാസിന്റെ കൊലയ്ക്ക് ഉത്തരവാദികളായ ക്രിമിനൽ മൈൻഡഡായ 5 സഹപാഠികൾക്ക് SSLC പരീക്ഷ എഴുതാനുള്ള അനുമതി നമ്മുടെ ഭരണകൂടം നൽകിയിരിക്കുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇവരെ, അതായത് 18 വയസ്സിൽ താഴെയുള്ള ഈ 5 വിദ്യാർത്ഥികളെയും ശിക്ഷിക്കാനായിട്ടുള്ള ഒരു നടപടിയില്ല എന്നുള്ളതാണ്. ഇവരെ വിട്ടയച്ചിരിക്കുകയാണ്. അതും കൂടാതെ യാതൊരുവിധ ശിക്ഷാ നടപടികളും ഇവർക്ക് നൽകാതെ SSLC പരീക്ഷ പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി എഴുതാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ആ മാതാപിതാക്കൾ ഇപ്പോഴും അവരുടെ കണ്ണീര് തോർന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് എവിടെയാണ് ഒരു നീതി ലഭിക്കുന്നത്? ഈ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി പാസ്സായിട്ട് എന്താണ് ഈ നാടിന് വേണ്ടി നൽകുന്നത്? 15 വയസ്സിൽ ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ മുതിരുമ്പോൾ ഇവരുടെ ആ കുറ്റകൃത്യ വാസന അത് എത്രത്തോളം ഉണ്ടായിരിക്കും? ഈ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഈ 15 വയസ്സുള്ള ഷഹബാസ് എന്ന് പറയുന്ന ഈ ഒരു കുട്ടി. ഈ മാതാപിതാക്കളുടെ സ്വപ്നമായിരുന്നു. വാർദ്ധക്യകാലത്ത് അവർക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട ഒരു കുട്ടിയായിരുന്നു. ആ മാതാപിതാക്കളുടെ സ്വപ്നമാണ് തല്ലി തകർത്തത്. പഠനത്തിൽ അത്യാവശ്യം മികവ് തെളിയിച്ചിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു ഷഹബാസ്. ഈ സംഭവം നടക്കുന്ന അന്നേ ദിവസം 5 മണി വരെ വീട്ടിലിരുന്ന് പഠിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. ഏതോ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോള് വന്നതിനെ തുടർന്നാണ് ഈ കുട്ടി ഈ ഒരു സംഭവത്തിൽ ചെന്ന് പെടുന്നത് തന്നെ. ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിലും ഇതുവരെ അവൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അവൻ ഇതുവരെയും ചെന്ന് പെട്ടിട്ടില്ല. അത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. അവൻ്റെ പിതാവിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. അതുകൂടാതെ അവൻ്റെ അധ്യാപകരും അവനെക്കുറിച്ച് നല്ല വാക്കുകൾ തന്നെയാണ് സംസാരിച്ചിരുന്നത്. എന്തോ ആ കുട്ടിയുടെ ഒരു സമയദോഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്കിലും ഈ ഒരു കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ ഷഹബാസിന്റെ മരണത്തിന് ഉത്തരവാദിയായ കുട്ടികൾക്ക് ഒരു ശിക്ഷയും നമ്മുടെ ഒരു നിയമ സംവിധാനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു മാതൃകാപരമായ ഒരു നിലപാടല്ല. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നൽകണ്ടേ? അത് കുട്ടികളായാൽ പോലും ശിക്ഷ നൽകണ്ടേ? മാതാപിതാക്കൾ അടിച്ച് മക്കളെ വളർത്തണം എന്ന് പണ്ടുള്ളവർ പറയും. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അധ്യാപകർ ചെയ്യുന്നുണ്ടോ? കുട്ടികൾക്ക് നിയമം വേണം, നിയമത്തിൻ്റെ സഹായം തീർച്ചയായും കുട്ടികൾക്ക് വേണം. കുട്ടികളെ അനാവശ്യമായി ദ്രോഹിക്കുന്നത് തെറ്റ് തന്നെയാണ്. എങ്കിൽ പോലും ഒരു കുട്ടിയുടെ, ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വേദന മനസ്സിലാക്കാതെ അവനെ അടിച്ചു കൊന്ന ഇത്തരം കുട്ടികളെ, ഇത്തരം 5 ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ശിക്ഷാ നടപടിയും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ നിന്ന് ഈ ഒരു വർഷമെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു. അവരെ SSLC എക്സാം എഴുതാനായിട്ട് അനുവദിക്കരുതായിരുന്നു. എങ്കിൽ മാത്രമാണ് അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടും അവർക്ക് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ഇനിയും ലഭിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണല്ലേ നമ്മുടെ കുട്ടികളെ ഇനി സ്കൂളിലേക്ക് അയക്കുന്നത്? ഏതൊരു മാതാപിതാക്കളുടെയും നെഞ്ചത്ത് ഇപ്പോൾ ഒരു തീയാണ്. കാരണം നമ്മുടെ കുട്ടികൾ യാതൊരുവിധ കുറ്റകൃത്യ വാസന ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും സഹപാഠികളോടൊപ്പം ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനൊക്കെ പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഇതുകൂടാതെ അത്യാവശ്യം കുറ്റകൃത്യ വാസനയുള്ള കുട്ടികളാണെങ്കിൽ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ മാർക്കോ തുടങ്ങിയ സിനിമകളുടെ ഇൻഫ്ലുവൻസും മൂലം അവരിലുള്ള കുറ്റകൃത്യ വാസന ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. പിന്നെ കൂടാതെ ഈ കൗമാരക്കാരായ കുട്ടികളിൽ പിയർ ഗ്രൂപ്പ്സിനിടയിൽ ഒരു ഹീറോ ആവാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. സൈക്കോളജിക്കലി അങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് കൂട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇവർ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പറയും. അതായത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. അത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക്, ഈ 15ഉം 16ഉം വയസ്സുള്ള കുട്ടികളിൽ സാധാരണ കാണുന്ന ഒരു പ്രവണത തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ലഹരികളുടെ ഉപയോഗം കൂടി ഉണ്ടെങ്കിൽ ഇവരിലുള്ള ഈ കുറ്റകൃത്യ വാസന ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പം നമുക്കറിയില്ല നമ്മുടെ കുട്ടികൾ
എന്തിലൊക്കെയോ ചെന്ന് പെടുക. അങ്ങനെ പേടിച്ച് പേടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായും ആ ഒരു ഷഹബാസിൻ്റെ മാതാപിതാക്കൾക്ക് നീതി കിട്ടണം എന്നായിരുന്നു നാം എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അല്ലേ. എങ്കിലും അവർക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കുട്ടികളെ പോലെ ഈ വരുന്ന SSLC എക്സാമിന് പരീക്ഷ എഴുതേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ്, ആ കുടുംബത്തിന് ഒരു അത്താണി ആവേണ്ട ഒരു കുട്ടിയാണ്. എങ്ങനെയാണല്ലേ ആ ഷഹബാസിൻ്റെ മാതാവ് ഇപ്പോഴും ഈ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറിയിട്ടില്ല എന്നുള്ളതാണ്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തോ ഒരു സങ്കടകരമായ ഒരു വാർത്തയാണല്ലേ. ഒരിക്കലും ഒരു കുട്ടികൾക്കും ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാനായിട്ട് തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികൾ നമ്മുടെ ഭരണകൂടം നൽകേണ്ടതാണ്. അത് നൽകുന്നില്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. വളരെ ശോചനീയമായൊരു കാര്യം തന്നെയാണ്.